നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ്. അതായത് കുട്ടികൾക്ക് പ്രിയപ്പെട്ട പിസ്സ. പിസ്സ എന്ന് പറയുമ്പോൾ ദോശ വെച്ചിട്ടുള്ള പിസ്സയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ പിസ്സ കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മമാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ മൈന്യൂട്ട് പോയിന്റ്സും. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാം, അതിനുശേഷം ഉണ്ടാക്കി നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ദോശ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 1/2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി മാത്രമായിട്ടോ അതല്ലെങ്കിൽ 1 ഗ്ലാസ് മൈദ മാത്രമായിട്ടോ ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പോൾ രണ്ടും മിക്സ് ചെയ്തെടുക്കണമെന്ന് മാത്രം കേട്ടോ. ഒരു മിക്സിയുടെ വലിയ ജാർ എടുക്കാം, അതിലോട്ട് ഈ പൊടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഞാൻ എളുപ്പത്തിൽ ഇത് കട്ടകളൊക്കെ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലോട്ട് ഇത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാടൊന്നും ആദ്യം ഇടണ്ട, പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കട്ടെ. കാരണം വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ വീണ്ടും പൊടിയിടാൻ നിൽക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും, അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചിട്ട് കൊണ്ടുവരാം. ഇതാ അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾ ഈ കുറേ നേരം ഇളക്കി കഷ്ടപ്പെടുന്നു വേണ്ട. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പണി കഴിയും. ഈ ഒരു കൺസിസ്റ്റൻസി. 1 ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുത്ത് നോക്കുക. ഒരുപാട് ലൂസായി തോന്നുകയാണെങ്കിൽ അല്പം പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ബാറ്ററിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ, അതായത് ഉപ്പൊക്കെ കൂടുതലാണോ കുറവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റാണ്, എല്ലാം പെർഫെക്റ്റാണ്. അപ്പോൾ നമുക്ക് ബാറ്റർ മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ എന്നെ പോലുള്ള അഡൽട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പച്ചക്കറികൾ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇടുന്നേ ഉള്ളൂ. അതേസമയം ഇപ്പോൾ കുട്ടികളൊക്കെ പ്രത്യേകിച്ചും പച്ചക്കറി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വഴറ്റി കൊടുത്തായിരിക്കും നന്നായിട്ടുണ്ടാവുക. കാരണം ഞാനിവിടെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, അമ്മ അത് കുറച്ചൊന്ന് വഴറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുന്നു. അതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ വഴറ്റണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 3 കളറിൽ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, കുരുവില്ലാത്ത തക്കാളി, അതുപോലെ തന്നെ ഒരു അല്പം സവാള, പിന്നെ മഷ്റൂം, അതുപോലെ തന്നെ ഫ്രോസൺ കോണാണ്. ഇത് എൻ്റെ അടുത്തുള്ള കാര്യം ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രം. അപ്പം നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറി എന്താണോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾസ് ഒന്നില്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. അപ്പം ഞാനൊരു അല്പം, ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്ര മാത്രം മതി. അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ഒരു ഹാഫ് കുക്ക്ഡ് ആവുന്ന രീതിയിൽ മാത്രം കേട്ടോ. ഇത് പിസ്സ പോലെ ബേക്ക് ചെയ്യുന്നില്ല, ദോശയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും ഈ പച്ചക്കറികളിലേക്ക്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അതേസമയം കുട്ടികൾക്ക് പച്ചക്കറികൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് പ്രോസസ്സ് ഒഴിവാക്കാം കേട്ടോ. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മാക്സിമം കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും പച്ചക്കറികൾ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. ഞാൻ തക്കാളി അവസാനം ഇടുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ചിടാം. അതുപോലെ തന്നെ കുറച്ച് കോൺ ഇട്ട് കൊടുക്കുക. കോൺ നിർബന്ധമൊന്നുമില്ല, കോൺ ഇപ്പോൾ കുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. ഇത് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ്. പിള്ളേർക്ക് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ളത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർക്ക് കഴിക്കാൻ തോന്നും അല്ലേ. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരല്പം മാത്രം മതി. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിതിലേക്ക് ഒരു അല്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ്. ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ ബേസിലോ അല്ലെങ്കിൽ 3 കൂടിയുള്ള മിക്സ് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു കറക്റ്റായിട്ടൊരു പിസ്സ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് നമുക്കിത് വാട്ടിയെടുക്കാം. അവസാനം മാത്രം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചതച്ച മുളകോ ഉപയോഗിക്കാം. ഞാനൊരല്പം മാത്രം ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ അത് ഇടണ്ട. ഹാഫായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് കുക്കായിട്ടുണ്ട്. ഞാൻ അതിലോട്ട് നമ്മുടെ തക്കാളിയും കൂടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്, അത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള സോസ്.
ഒന്നുമില്ലെങ്കിൽ തക്കാളി ചട്നി ഇല്ലേ അതായാലും മതി, പിന്നെ വെറുതെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിലും മതി, അല്ലെങ്കിൽ പിസ്സ സോസ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് മതി. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് അറിയാമോ, നമ്മളെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ കാണിച്ചെന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ചതച്ച മുളക് ഞാൻ എടുത്തു. 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് എടുത്തിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു 10-20 മിനിറ്റ് അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒരു അല്പം കൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു ചെറിയ മിക്സിയുടെ ജാറിൽ. അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ് ഇത്. ഇതൊരു സ്പൈസി ആയിട്ടുള്ള സോസായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഞാൻ ഇതിൻ്റെ ദോശയിൽ പരട്ടി കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോളൂ, അതില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള സോസോ അല്ലെങ്കിൽ ചട്നിയോ ഉപയോഗിക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കെച്ചപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൊസറല്ല ചീസാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ ഞാൻ വേറൊരു പിസ്സ ഇട്ടിട്ടുണ്ടായിരുന്നു, മൊസറല്ല ചീസ് ഇല്ലാതെ എങ്ങനെയാണ് പിസ്സ സോസ് ചെയ്യാന്നുള്ള വീഡിയോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. ആ ഒരു സോസ് ഉണ്ടാക്കി ഇതിൽ ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അത് മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് ദോശമാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം. ഒരു അല്പം എണ്ണ തടവി കൊടുത്തോളൂ, പെട്ടെന്ന് ദോശ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് നമുക്ക് പിടിക്കൊന്നുമില്ല, എന്നാലും റിസ്ക് എടുക്കണ്ട, അല്പം മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. തവ ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശമാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പരന്ന് കിട്ടില്ല, പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് തിന്നായിട്ട് പരത്താൻ പാടില്ല, അത്യാവശ്യം കട്ടി വേണം. അപ്പോഴാണ് ആ ഒരു പിസ്സ ബേസ് പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് പോർഷൻ അല്ലേ, അതും കൂടി നന്നായിട്ടൊന്ന് ഫെയ്ഡായിട്ട് ഈ ഒരു ഈവൻ ആയിട്ടുള്ള കളർ ആയതിനു ശേഷം മാത്രം നമ്മളിതിലേക്ക് കെച്ചപ്പോ സോസോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചില്ലി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ ചില്ലി പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചില്ലി പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചട്നി ആണെങ്കിലും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വെറുതെ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമായാലും മതി, അല്ലെങ്കിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ എല്ലാവരും വീട്ടിലിപ്പോൾ പിസ്സ സോസ് ഉണ്ടാവില്ലല്ലോ. ഞാൻ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ മതി. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കാണെങ്കിൽ എരിവുള്ളത് വേണ്ട, അമ്മമാർക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി അതിലേക്ക് അതിൻ്റെ മേലെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു എരിവും മധുരവും പുളിയൊക്കെ വരുന്ന ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പിസ്സയുടെ ബേസ് പോലെ നമുക്ക് കാഴ്ചയിൽ തോന്നുള്ളൂ, ടേസ്റ്റും ഗംഭീരമായിരിക്കും. പിന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ചിലതിൽ ഭയങ്കര പുളിയായിരിക്കും, അപ്പോൾ ഉപ്പ് രസമൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒന്ന് പരട്ടി കൊടുത്തോളൂ. ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു, നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരല്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, തീ ഞാൻ ഏറ്റവും ലോയിലോട്ട് മാറ്റിയിട്ടുണ്ട്, മീഡിയത്തിൽ നിന്ന്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. പക്ഷേ പിസ്സ എന്ന് പറയുമ്പോൾ കളർഫുള്ളാണെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ. ഓക്കെ, ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ഒരു ഭംഗിക്ക് വേണ്ടി, മല്ലിയില സാധാരണ ഞാൻ എടുക്കാറില്ല കേട്ടോ, പക്ഷെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഉപയോഗിക്കാം. അതുപോലെ തന്നെ 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് ഒറിഗാനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ സ്പൈസസ്, അതും ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അല്പം ഓയിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചീസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചീസ് ഇല്ലാതെ പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അതുപോലെ ചെയ്താൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് മൊസറല്ല ചീസ് ഉള്ള കാരണം ഞാനിത് ചേർക്കുകയാണ്. ഇതേപോലെ ഷ്രെഡഡ് ആയിട്ടുള്ളത് കിട്ടും, അല്ലെങ്കിൽ ക്യൂബ് ആയിട്ടുള്ളത് കിട്ടും, ബ്ലോക്ക് ആയിട്ടുള്ളത് കിട്ടും. ഗ്രേറ്റ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചീസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അമ്മമാർ. ഇനി അല്പം ചതച്ച മുളക് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇടുന്നതാണ് കേട്ടോ, നിങ്ങൾ ഇടണ്ട, നിർബന്ധമൊന്നുമില്ല. ഇനി അവസാനം നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാം കുക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് ചീസ് മെൽറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെക്കാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം ഇതിനുള്ളിൽ നിന്ന്. നമുക്കിനി ദോശ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്കിപ്പോൾ നോൺ വെജൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പിസ്സയിൽ കാണിച്ച പോലെ തന്നെ ചിക്കനൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പിസ്സ ദോശ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഫോട്ടോ എല്ലാം എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. പിസ്സ നമുക്ക് കട്ട് ചെയ്താലോ? ഒരു പിസ്സ കട്ടറോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ചീസി പിസ്സ, ദോശ പിസ്സ എന്നാരെങ്കിലും പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പം ഞാനൊരു വായ കഴിക്കട്ടെ. സൂപ്പർ യമ്മയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്നൊക്കെ കുട്ടികൾ കഴിക്കാൻ ഇങ്ങനെ പിസ്സ വേണമെന്നൊക്കെ പറയുമ്പോൾ അമ്മമാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്.
ബാക്ക് സൈഡ് ഇപ്പം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും ചൂടോടുകൂടി കഴിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ചൂട് കയറി കഴിഞ്ഞതിനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാക്കുക, അപ്പോൾ തന്നെ ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുക, അങ്ങനെ അടിച്ചു പൊളിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു എന്താ പറയുക വീക്ക്ലി ഫൺ വീഡിയോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും. അപ്പോൾ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഉള്ളവർ നമ്മളെ ഫോളോ ചെയ്യുക, ആ വീഡിയോ കണ്ട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. അങ്ങനെ ഫ്രഷ് കുക്കുംബറും പാലക്കും ആപ്പിളും പിന്നെ എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇടുന്നത് ഹണി മസ്റ്റേർഡ് സോസ്. അതാണ് രാവിലത്തെ ഭക്ഷണം. ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചേക്കും, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണൂല. എനിക്ക് കപ്പലണ്ടി വാങ്ങിക്കും. ചേട്ടയുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്.